നോവലിന്റെ പേരെന്താ? ഇഗ്നേറ്റഡ് മൈൻഡ്. എന്തുവാ പേര്? ഇഗ്നേറ്റഡ് മൈൻഡ്. ദി ഹാർട്ട് ഓഫ് മാറ്റർ. അടുത്തത് ദ ഹാർട്ട് ഓഫ് മാറ്റർ. ഗൃഹാം ഗ്രിണി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. ഹാർട്ട് ഓഫ് മാറ്റർ ബൈ ഗൃഹാം ഗ്രീനി. GRAHAM ഗൃഹാം. ഗ്രീനി GRENE ഗൃഹാം ഗ്രീനി. ദ ഹാർട്ട് ഓഫ് മാറ്റർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ 183. Environmental Protection Act passed by the Parliament of India in dash. ഏതാ? C 1986. 1986 പാസ്സാക്കിയ വേറെ ആക്ടിന്റെ പേര് അറിയാമോ? അറിയുമോ? Prevention of Atrocities Act for Scheduled Caste and Scheduled Tribe. ഓക്കെ. 1996 പാസ്സാക്കിയ ഒരു ആക്ട് നോക്കാം. ിൽ കൊണ്ടുവന്നത് ദ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട്. ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട്. മനസ്സിലായോ? ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ. Arbitration and Conciliation Act. Okay. 1976 എഴുതിയോ? 1976 നടന്ന ഇന്ത്യയിൽ നടന്ന നിയമത്തിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 40ാം ഭേദഗതി ഒന്നാണ്. ഭരണഘടനയുടെ 40ാം ഭേദഗതി. 42 ദ 42nd അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നടന്ന ഇന്ത്യയിലെ നിയമത്തിൽ നടന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ആൻഡ് റൂൾസ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആക്റ്റും റൂളും വന്നത് 1976. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ആൻഡ് റൂൾസ് എഴുതിക്കോ. 1976. Equal Remuneration Act and Rules 1976. അടുത്തത് Advocates Act Amendment Act 1976.
മനസ്സിലായോ? അഡ്വക്കേറ്റ്സ് ആക്ടിന് ഏറ്റവും കൂടുതൽ ഭേദഗതി വന്നത് 1976-ലാണ്. പിന്നെ 2006 അല്ലേ? 2006 വരുന്നത് എന്താണ്? ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സ് ആക്ട്. വനാന്തർ ഭാഗങ്ങൾ താമസിക്കുന്നവർക്ക് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെൻറ്റ് അനുവാദം കൊടുക്കുന്ന നിയമമാണ് ദ ട്രൈബൽ ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? സാർ, ദ ട്രൈബൽ ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സ് ആക്ട്. ട്രഡീഷണൽ. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്കി വരുന്നത് 2006-ലാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട്. ഫോറസ്റ്റ് ആക്ട് വരുന്നത് 2006-ലാണ്. ദി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആക്ട് വരുന്നത് 2006-ലാണ്. സാർ 94-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് 2006-ലാണ്. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, MSMED. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, MSMED 2006-ലാണ് വരുന്നത്. ഇത്രയാണ് ഇന്ത്യയിൽ 2006 വന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. മനസ്സിലായല്ലോ? യെസ്. അടുത്തത് നിങ്ങളിപ്പോൾ എഴുതിയൊക്കെ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. അഞ്ജുഷമോളെ സാർ ഇപ്പോൾ എഴുതിയൊന്ന് വായിച്ചേ. സാർ 180 ഒന്ന് കാണിച്ചു തരൂ ചോദ്യം. What does airbag used for safety of car drivers contain? Sodium acid. 181. Which part of human body is completely devoid of blood supply? Cornea. 182. Dr. APJ Abdul Kalam is author of The Wings of Fire. The Four Fires novel. Bryce Courtenay. Ignited Mind APJ Abdul Kalam. Heart of Matter Graham Greene. 183. The Environment Protection Act was passed by the Parliament of India in the year 1986. Prevention of
Caste 1986, 1996 the Arbitration and Conciliation Act, 1976 42nd Amendment of Indian Constitution, Equal Remuneration Act and Rules, Advocates Act. 2006, the Tribal and Other Traditional Forest Dwellers Act, Food and Safety Standard Act, Forest Act, Government Securities Act, 94th Constitution Article. യെസ്, ജൂലിയ മോൾ ലൈനിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. What does airbag used for safety of car drivers contain? Sodium azide. Which part of the human body is completely devoid of blood supply? Cornea. Dr. APJ Abdul Kalam is the author of Wings of Fire. ബാക്കിയും കൂടെ വായിക്ക് വിങ്സ് ഓഫ് ഫയറിനകത്തുള്ള. The Four Fires, Bryce Courtney. The Heart of Matter, Graham Greene. The Environment Protection Act was passed by Parliament of India in the year 1986. The Arbitration Conciliation Act 1996, 42nd Amendment was passed in 1976. Equal Remuneration Act and Rules 1976. Advocates Amendment Act 1976. 2006 Tribal and Other Traditional Forest Dwellers Act, Food and Safety Standard Act, Forest Act, Government Security Act, 304th Amendment, MSME. യെസ്, വാർത്തയിലേക്ക് പോവാം. ഈ വായിക്കാനുള്ളവരെ കൊണ്ട് നമുക്ക് പിന്നീട് വായിപ്പിക്കാം. Which of the following is a national aquatic animal of India? ഏതാണ് നാഷണൽ അക്വാട്ടിക് അനിമൽ? ഡോൾഫിൻ. ഓക്കെ, സോറി, റിവർ ഡോൾഫിൻ. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ വെയിലിനെ ഇന്ത്യയിൽ എങ്ങനെ അറിയപ്പെടുന്നത്? ബ്ലൂ വെയിൽ നോക്കിക്കോളൂ. Blue whale in Indian Ocean. ബ്ലൂ വെയിലിനെ ഇന്ത്യൻ ഓഷനിൽ അറിയപ്പെടുന്നത് ദ ഇന്ത്യൻ ഓഷൻ ആൻഡ് സൗത്ത് പസഫിക് ഓഷനിലാണ് നമ്മുടെ കടൽ തീരങ്ങളിൽ ബ്ലൂ വെയിലിനെ കാണപ്പെടുന്നത്. Indican in northern Indian Ocean. The global blue whale population bonanza of estimated 10,000 to 25,000. അതിനകത്ത് ഒന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഓർഡർ, ബ്ലൂ വെയിലിൻ്റെ ഓർഡർ, അതിൻ്റെ സ്പീഷീസ് പറയുന്നുണ്ട് മസ്കുലസ് ആണ്. എന്നാൽ MUSCULUS മസ്കുലസ് ആണ്. ഏതാ? ബ്ലൂ വെയിലിൻ്റെ സ്പീഷീസ്. അതിൻ്റെ ജീനസ് ബാലനോപെട്രയാണ്. BALAENOPTERA. ബാലനോപെട്ര ബ്ലൂ വെയിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ? റിവർ ഡോൾഫിൻ. പിന്നെ ഗാംഗസ് ക്രൊക്കഡൈൽ. അതിനെ കൂടെ നമുക്ക് നോക്കാം. ഗാംഗസ് ക്രൊക്കഡൈൽ നോക്കൂ, അത് കാണപ്പെടുന്നത് അതിൻ്റെ ഫാമിലി, ഗാംഗസ് ക്രൊക്കഡൈൽ ഫാമിലി
ഗവീലിയ ലിഡായെ എന്ന് പറയുന്നതാണ്. GAVIALIDAE. അതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന സാർ അതൊന്നുകൂടി പറയൂ. GAVIALIDAE ഗാവിയ ലിഡായി എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഗംഗൈസ് ക്രൊക്കോഡൈൽ കാണപ്പെടുന്നത്. ആൻഡ് ദ സയൻറ്റിഫിക് നെയിം ഗാവിലിസ് ഗംഗിറ്റസ് എന്നാണ്. ഗാവിലിസ് GAVIALIS ഗംഗറ്റിസ് GANGETIUS. അത് ക്ലാസ് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ളതാണ് റെപ്റ്റൈൽസ്. So reptiles എന്ന് വെച്ചാൽ ഇഴജീവികൾ. അത് ഉഭയജീവി, സോറി, ഇഴഞ്ഞു ജീവിക്കുന്ന ജീവി, റെപ്റ്റൈൽസ്. ഓക്കെ, യെസ്. സയന്റിഫിക് നെയിം ഒന്നുകൂടി പറയോ? കേട്ടില്ല. സയന്റിഫിക് നെയിം ഒന്നും കൂടി പറയോ? ഓ ഗാവിലിസ് ഗംഗറ്റിസ് GAVIALIS ഗാവിലിസ്. ഗാഗറ്റിക്കുസ് എന്ന് പറഞ്ഞാൽ GANGETICUS. അതാണ് സയൻറ്റിഫിക് നെയിം. ഇത് വളർന്നാൽ ഉദ്ദേശം 160 മുതൽ 250 കിലോഗ്രാം വരെ ഉണ്ടാവും. ഇതിൻ്റെ ക്ലാസ് റെപ്റ്റീലിയ ആണ്. REPTILIA ആണ് റെപ്റ്റീലിയ. ഇതിന് 3 മീറ്റർ വരെ നീളം ഉണ്ടാകും. ഇതിൻ്റെ മെയിലിന് 3 മീറ്റർ വരെയും ഫീമെയിലിന് 3.8 മീറ്റർ വരെ നീളം ഉണ്ടാവും. ഫീമെയിലിനാണ് നീളം കൂടുതൽ. ഓക്കെ, റിവർ ഡോൾഫിൻ അതും കൂടെ നോക്കാം. റിവർ ഡോൾഫിൻ ശ്രദ്ധിക്കൂ. ഇതിൻ്റെ ഫാമിലി, റിവർ ഡോൾഫിൻ്റെ ഫാമിലി പർവോർഡർ എന്ന് പറയുന്ന ഫാമിലിയാണ്. PARVORDER എന്ന് പറയുന്ന ഫാമിലിയിലാണ് റിവർ ഡോൾഫിൻ കാണുന്നത്. ഇത് അക്വാട്ടിക് ആനിമൽ എന്ന് മാത്രമല്ല, റിവർ ഡോൾഫിൻ അക്വാട്ടിക് മാമൽസും കൂടിയാണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിൻ്റെ സ്പീഷീസ് ഗാൻഗെറ്റിക്ക എന്ന സ്പീഷീസിലാണ് കാണപ്പെടുന്നത്. GANGETICA ഗാൻഗെറ്റിക്ക എന്ന് പറയുന്ന ഫാമിലിയിലാണ് കാണപ്പെടുന്നത്. സർ, യെസ് സാർ, അപ്പൊ പർവോർഡർ അതും ഫാമിലിയല്ലേ? എന്താണ് മോളെ? റിവർ ഡോൾഫിന്റെ ഇതിലെ പർവോർഡർ മനസ്സിലായില്ല. നമ്മൾ റിവർ ഡോൾഫിൻ ഫാമിലി പർവോർഡർ എന്നും പറഞ്ഞ എഴുതിയില്ലേ? അപ്പൊ ഈ ഗാൻഗെറ്റിക്കയും ഫാമിലിയാന്ന് പറഞ്ഞു, അത് സ്പീഷ്യസ് ആണ്.
ഗാംഗറ്റിക്ക ഫാമിലിയാണോ? അങ്ങനെ പറഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞത്. അതാ സ്പീഷീസ് ആണ് ഗാംഗറ്റിക്ക. ആ പിടി കിട്ടിയാ? ആ സാധാരണയായി ഡോൾഫിൻ ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത് കേട്ടോ. യെസ്. അടുത്ത എന്തുവാ? ഒലീവ് റെഡ്ലി ടർട്ടിൽ. ഒലീവ് റെഡ്ലി ടർട്ടിൽ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ലിപ്പിഡോചെലീസ് എന്നാണ്. LEPIDOCHELYS. ലിപ്പിഡോചെലിസ് ഒലിവാസിയ എന്നാണ് ഇതിൻ്റെ മൊത്തം നെയിം. ഒലിവാസിയ എങ്ങനെയാ സ്പെല്ലിങ്? OLIVACEA, ഒലിവാസിയ. ഇതിൻ്റെ ഫാമിലി ചെലോണിഡി എന്നാണ്. CHELONIIDAE എന്നാണ്. ഇതും റെപ്റ്റൈൽസിൻ്റെ ഗണത്തിൽപ്പെടുന്ന മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ? ഏതാണ്? റിവർ ഡോൾഫിൻ. അമേരിക്കയിൽ ഡോൾഫിനെ പരിശീലിപ്പിച്ച് നേവിക്കാർ യുദ്ധത്തിന് ഉപയോഗിക്കാറുണ്ട്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ. മനസ്സിലായോ? ഡോൾഫിൻ. ദ ടേം ഫോർത്ത് എസ്റ്റേറ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം ഏതാ? പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. പാർലമെന്റ് എന്ന് എഴുതിക്കോ, അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ഭാഗം ജുഡീഷ്യറി. അടുത്തത് എക്സിക്യൂട്ടീവ്. അതിനകത്തില്ല. പാർലമെന്റ്, പ്രസിഡന്റ് പാർലമെന്റിന്റെ ഭാഗമാണ്. പ്രസിഡന്റ് ഇല്ലാതെ പാർലമെന്റ് ഇല്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ് എന്നാണ് പറയുന്നത്. പ്രസ്, ഫോർത്ത് എസ്റ്റേറ്റ്. ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളാണിതെല്ലാം. ഏതൊക്കെയാ? എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്. എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്. ഇതാണ് 4 പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്നത്. എവിടെയെങ്കിലും എഴുതി വെച്ചോ. ക്വസ്റ്റ്യൻ അങ്ങനെ വരത്തില്ല എന്ന് പറയാൻ പറ്റില്ല. 4 പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി: എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി ആൻഡ് പ്രസ്. മനസ്സിലായോ? ദ ടേം ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് പ്രസ്. എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് എസ്റ്റേറ്റ്, പ്രസ്. ജുഡീഷ്യറിയുടെ ഹെഡ് സുപ്രീം കോർട്ടാണ്. പാർലമെന്റിന്റെ ഹെഡ് ആരാണ്? പ്രസിഡന്റാണ്. അടുത്തത്, ദ ഗ്യാസ് നിയോൺ ഈസ് എക്സ്റ്റിങ്ക്വിഷ് ഫയർ. സി എന്തോന്നാ? കാർബൺ ഡയോക്സൈഡ്. ദ ഗ്യാസ് യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ. തീ അണയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തോന്നാ? കാർബൺ ഡയോക്സൈഡ്. നിയോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിയോൺ
നിയോൺ ലൈറ്റ് കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്, കളർ ലൈറ്റ് നിയോൺ. നൈട്രജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടയറിൽ ഗ്യാസ് നിറയ്ക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ടയറിൽ ഗ്യാസ് നിറയ്ക്കാൻ. ഓക്സിജൻ എന്തിനു ഉപയോഗിക്കുന്നു? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രോഗിക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്താൻ ഉപയോഗിക്കുന്നു. മനസ്സിലായി അല്ലേ? PRC എന്തോ മക്കളെ? നിയോൺ എന്നും കൂടി പറയൂ. നിയോൺ കളർ ലൈറ്റ്. നമ്മൾ ഈ പാർത്താസിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ആ ചില തുണിക്കടയുടെ ഒക്കെ പരസ്യം കളർ ലൈറ്റ് ഇല്ലേ? ആ അവിടെ നിയോൺ ലാമ്പാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ ലൈറ്റുകൾ എന്ന് പറയുവാനേ, ഡിസ്പ്ലേ ലൈറ്റ്. PRC ഈസ് എ ഹസാർഡസ് കെമിക്കൽ യൂസ്ഡ് വൈഡ്ലി. എന്തോന്നാ PRC? PERC hazardous chemical used widely for a dry cleaning. Dry cleaning. പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാ? പേപ്പർ ഉണ്ടാക്കാൻ കെമിക്കൽ ഏതാ? അറിയില്ല സർ. യെസ്, ഒത്തിരി ഉണ്ട് മോളെ. സൾഫേറ്റ് ഓഫ് അലൂമിയ എന്ന് പറയുന്ന സാധനം അലൂം എന്നറിയപ്പെടും. അത് പേപ്പറിൻ്റെ വായിക്ക് ഉപയോഗിക്കുന്നു കേട്ടോ. സൾഫേറ്റ് ഓഫ് അലുമിയ. അത് നാച്ചുറൽ സൾഫേറ്റ് ഓഫ് ലൈം. അത് വേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി, അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് ലിസ്റ്റ് തന്നെയുണ്ട്. ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. വിളയാതെയും പഴുക്കും. അത് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. എന്താ ഉപയോഗിക്കുന്നത്? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. കാൽസ്യം കാർബൈഡ്. എന്താ ഉപയോഗിക്കുന്നത്? കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് ആയിരുന്നു നമ്മുടെ യൂണിയൻ കാർബൈഡ് കമ്പനി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് യൂസ്ഡ് ബൈ കാൽസ്യം കാർബൈഡ്. അടുത്തത് പ്രിസർവേഷൻ ഓഫ് ഫുഡ്. ഭക്ഷണം കേടുകൂടാതിരിക്കാൻ. Preservation of food. According to Wikipedia, food preservation prevents the growth of microorganisms or other microorganisms and slowing the oxidation of fats that cause rancidity. വല്ലതും കേട്ടോ? സർ. ഇവിടെ ഗൂഗിൾ പറഞ്ഞു തന്നെയാണ്. കെമിക്കൽ യൂസ്ഡ് ഫോർ പ്രിസർവേഷൻ ഓഫ് ഫുഡ്.
Which chemical used for preservation of foods? This is the definition of which. Asking for information specifying one or more people or things from a definite set. ഒരു രക്ഷയില്ല, ഗൂഗിളിൻ്റെ കൺട്രോൾ പോയി. യെസ്, അടിച്ചു കൊടുക്കാം. പ്രിസർവേഷൻ. ബെൻസണേറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബെൻസണേറ്റ്, BNZOATES, ബെൻസണേറ്റ്. മനസ്സിലായോ മക്കളെ? യെസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? PRC ഈസ് ഹസാർഡസ് കെമിക്കൽ യൂസ്ഡ് ഫോർ എന്തോന്നാ? Dry cleaning. ഡ്രൈ ക്ലീൻ. മേക്കിംഗ് ഓഫ് പേപ്പർ എന്താ? Sulfate of alumina. യെസ്. ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫുഡ്. Calcium carbide. യെസ്. പ്രിസർവേഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്. Persony. യെസ്. ഇത്രേ ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ ദീ ഒന്ന് വായിച്ചേ. എവിടെ മുതലാ? 183 മുതൽ. 183 അല്ല, 182 മുതൽ വായിക്കും. Dr. APJ Abdul Kalam is the author of the book The Wings of Fire, The Four Fires, Grace, Courtney, The Heart of the Matter, Graham Greene. The Environment Protection Act was passed by the Parliament of India in the year 1986. The Arbitration and Conciliation Act 1996. The 42nd Amendment of the Indian Constitution 1976. Equal Remuneration Act and Rules 1976. The Advocate Amendment Act 1976. The Tribal and Other Traditional Forest Dwelling Act 2006. The Amendment of 94th Act 2006. National. Which of the following is the national aquatic animal of India? River dolphin, blue whale, species Musculus, genus Balenopetra, Ganga crocodile, family Gavialidae, scientific name Gavilis giganteus, class Reptilia, male 3 meter long, female 3.8 meter long. River dolphin, family Pavoda, mammal, species Gangetica, olive redley turtle, scientific name Lepidoscelis olivacea, family Chilonidae, reptiles. കാർത്തിക മോളുണ്ടോ ലൈനില്? സാർ കഴിഞ്ഞില്ല, സ്ക്രോൾ ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 185. Yes. The term four testers refers to press, executive, administration, judiciary, and press are the four pillars of the Indian Constitution. The gas used to extinguish fire is carbon dioxide. Neon used for color light. Yes. PRC is a hazardous chemical used widely in dry cleaning, making of paper, sulfate of alumina, artificial ripening of fruits, calcium carbide, preservation of food, benzone,
That's right. യെസ്. കാർത്തിമോളുണ്ടോ? ഇല്ലേ? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താ പറയുന്നേ? ఎందరో మహానుభావులు ఈస్ ఎ మ్యూజికల్, ఎందరో మహానుభావులు ఈస్ ఎ మ్యూజికల్ కంపోజిషన్ బై డాష్. ఏదా? సి ത്യാഗരാജസ്വാമി. മനസ്സിലായോ? ഗോവിന്ദമാരാർ. Govindamarar is a musician or Satkala Govindamarar was a Carnatic musician of Kerala. കേരളത്തിൽ ജനിച്ച കർണാടക സംഗീതജ്ഞനാണ് ഗോവിന്ദമാരാർ. ഹി വാസ് കണ്ടംപററി സെയിൻറ്റ് ത്യാഗരാജസ്വാമി. ത്യാഗരാജസ്വാമിയുടെ ഒരു ശിഷ്യനായിരുന്നു. He was also adept in the playing musical instrument of like chenda, idakya and തിമില. ചെണ്ടയും ഇടയ്ക്കയും തിമിലയും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു സൽക്കാല ഗോവിന്ദമാരാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഗീതത്തെക്കുറിച്ച് ഇവിടെ ഒന്നും ഇത്രേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല കേട്ടോ. യെസ്. അടുത്ത എന്തുവാ? മുത്തുസ്വാമി ദീക്ഷിതർ. മുത്തുസ്വാമി ദീക്ഷിതർ. മുത്തുസ്വാമി ദീക്ഷിത അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ഇന്ത്യൻ പോയറ്റ്, സിംഗറായിരുന്നു, വീണ പ്ലെയർ ആയിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ. എ ലെജൻഡറി കമ്പോസ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു കമ്പോസറായിരുന്നു അദ്ദേഹം. ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ മ്യൂസിക്കൽ ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക്. അദ്ദേഹത്തിനെ മ്യൂസിക്കൽ ട്രിനിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കർണാടക് മ്യൂസിക്കിൻ്റെ. അദ്ദേഹം ജനിച്ചത് തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു ഗാനമാണ് സ്വാമി നത്യ നമസ്തേ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടോ. തമിഴിലും ഒത്തിരി അനേകം ഗാനങ്ങൾ ഇദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. സ്വാമി നത്ത നമസ്തേ എന്ന് പറയുന്ന മുത്തുസ്വാമി ദീക്ഷിതർ. അടുത്ത എന്താ? ത്യാഗരാജസ്വാമികൾ. സ്വാമി തിരൂൽ സ്വാതി തിരുനാൾ. ഓക്കെ, സ്വാതി തിരുനാൾ ആരായിരുന്നു? ഒരു രാജാവായിരുന്നു, സംഗീതജ്ഞനായിരുന്നു സ്വാതി തിരുനാൾ.
സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ മൊത്തം പേര് സ്വാതി തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. സ്വാതി തിരുനാൾ രാമവർമ്മ വാസ് എ മഹാരാജ ഓഫ് കിങ്ഡം ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ഒരു രാജാവായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ് ഇന്ത്യ ഭരിച്ചത്. ഹീ ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ ബ്രില്യൻറ്റ് മ്യൂസിക്കൽ കമ്പോസർ. ഈസ് ക്രിയേറ്റഡ് വിത്ത് ഓവർ 400 ക്ലാസിക്കൽ മ്യൂസിക്. 400ഓളം ക്ലാസിക്കൽ മ്യൂസിക് കമ്പോസ് ചെയ്ത ആളാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ രാമവർമ്മ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മകനാണ് ചിത്തിര തിരുനാൾ അനന്തപത്മനാഭൻ ചെമ്പകരാമൻ എന്ന് പറയുന്നയാൾ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ദേവനാഗരി ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്, എന്ന് പറഞ്ഞാൽ സംസ്കൃതം. ഓക്കെ, ഇദ്ദേഹം എല്ലാം സംസ്കൃതത്തിലാണ് ഇത് സാധനം കമ്പോസ് ചെയ്തിട്ട്. ശരി, മനസ്സിലായോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫിലിംസ് ഡയറക്റ്റഡ് ബൈ സത്യജിത്ത് റായ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ഓഫ് നാസ്തനർ റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ? ഏതാ? ചാരുലത. ഇതാണ് ചാരുലതയാണ് ആര് ഉണ്ടാക്കിയ ഫിലിം? സത്യജിത്ത് റായ് ഉണ്ടാക്കിയ ഫിലിം. അത് രവീന്ദ്രനാഥ ടാഗോറാണ് അതെഴുതിയത്. ചാരുലത. പാത്തർ പാഞ്ചാലി, അത് നോക്കാം. പാത്തർ പാഞ്ചാലി. പാത്താർ പാഞ്ചാലി. പാത്തർ പാഞ്ചാലി 1955 ഇത് ആദ്യം ഡ്രാമയാകുന്നത്. പാത്തർ പാഞ്ചാലി. ഓക്കെ, സത്യജിത് റോയാണ് അതിൻ്റെ ഡയറക്ടർ സിനിമയായപ്പോൾ. ഇതിൻ്റെ കഥ എഴുതിയത് ബിഹുത്തി ബഷു എന്ന് പറഞ്ഞയാളാണ്. ബിഹുത്തി ബഷു എന്ന് പറയുന്നയാളാണ്. ഇതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് പാത്തർ പാഞ്ചാലി. മനസ്സിലായോ? ഇത് ബംഗാളി ഭാഷയിലാണ് ഈ പുസ്തകം ആദ്യമായി രചിക്കപ്പെട്ടത്. ഇതിൻ്റെ സംഗീത സംവിധാനം രവിശങ്കർ എന്ന് പറഞ്ഞയാളാണ്. പാത്തർ പാഞ്ചാലി. ഓക്കെ, അടുത്തത് അപരിചിത. അപരിചിത. അപരിചിത എന്ന സിനിമയെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കണേ. അപരിചിത. അടുത്തത് അപ്പു സൻസാർ.
അപ്പു സൻസാർ. അപ്പു സൻസാറിൻ്റെ വേറൊരു പേരാണ് ദ വേൾഡ് ഓഫ് അപ്പു. അപ്പു സൻസാർ എന്ന് പറഞ്ഞ ഹിന്ദി നെയിമും ദ വേൾഡ് ഓഫ് അപ്പു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വെർഷനുമാണ്. ഇതിൻ്റെ ഡയറക്ടറും സത്യജിത്ത് റേ ആണ്. ഇതിനും നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റോറി എഴുതിയത് വിഭൂതി ഭൂഷൺ എന്ന് പറയുന്നയാളാണ്. വിഭൂതി ഭൂഷൺ. മനസ്സിലായോ? വിഭൂതി ഭൂഷൺ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയത്. മനസ്സിലായി കാണും. 190 190. Which house is the presiding officer, not a member of the house? എവിടെയാ? രാജ്യസഭ. രാജ്യസഭയിലെ പ്രൊസീഡിംഗ് ഓഫീസർ ആരാ? ആരാ അഞ്ജുഷേ? എല്ലാരും പോയോ? ഇല്ല സർ. രാജ്യസഭയിലെ പ്രൊസീഡിംഗ് ഓഫീസറുടെ പേരെന്താ? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് രാജ്യസഭ. മനസ്സിലായോ? മനസ്സിലായോ? ലോക്സഭയിലെ പ്രസൈഡിംഗ് ഓഫീസർ ലോക്സഭ സ്പീക്കറാണ്. ഹി ഈസ് ദ മെമ്പർ ഓഫ് ലോക്സഭ. വിധാൻ സഭ, വിധാൻ പരിഷത്ത്, അത് രണ്ടും അതിൻ്റെ ഹിന്ദി വാക്കുകളാണ്. വിധാൻ സഭ, വിധാൻ പരിഷത്ത്. വിധാൻ സഭ എന്ന് പറഞ്ഞാൽ എന്താ? നിയമസഭ. വിധാൻ പരിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കേരളത്തിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഇല്ല. മനസ്സിലായോ? അടുത്തത്, സുകന്യ സമൃദ്ധി അക്കൗണ്ട് വിൽ enable the parent to open bank account for girls under dash C 10 years. പെൺകുട്ടികൾ ജനിച്ച് 10 വർഷത്തിന് അകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങണം. സുകന്യ സമൃദ്ധി അക്കൗണ്ട് വിൽ enable the parent to open bank account under 10 years. ഓക്കെ, സുകന്യ സമൃദ്ധി. UNO, United Nations Organization, declared 2020 is the International Year of Dash. 2020 എന്തൊരു ഇയറാണ്? പ്ലാൻഡ് ഹെൽത്ത് ഇയറാണ് 2020. ഓക്കെ, അപ്പോൾ അനിമൽ ഹെൽത്ത് ഇയർ ഏതാ നോക്കണം. Animal Health Year of UNO. ഏതാ? നയൻറ്റീൻ 24 ആണ്, ജാനുവരി 26 അനിമൽ ഹെൽത്ത് ഇയർ. അല്ലല്ല കേട്ടോ, വെയിറ്റ്.
ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അനിമൽ ഹെൽത്ത് ഇയർ 2003 ആണ് മക്കളെ അനിമൽ ഹെൽത്ത് ഇയർ കേട്ടോ. ഓക്കെ. sir. ആ അടുത്ത ഫാമിലി ഫാമിംഗ്. ഫാമിലി ഫാമിംഗ്. കേട്ടോ. ഫാമിലി ഫാമിംഗ് 2014. അടുത്ത യോഗ. യോഗ ഏതാ? അതും 2014 ആണ്. ഫാമിലി ഫാമിങ്ങും 2014 ആണ്, യോഗയും 2014 ആണ്. മനസ്സിലായോ? Sir. യെസ്. 193. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ലോട്ടറി ഫസ്റ്റ് ടൈം? ഏതാ? Kerala. കേരള. നാട്ടുകാരെ എങ്ങനെ കൊള്ളയടിക്കാന്ന് ആദ്യം കണ്ടുപിടിച്ചത് കേരളയാണ്. തമിഴ്നാട് ലോട്ടറി അത് വേണോ? വേണ്ട. സിക്കിം ലോട്ടറി അതും വേണ്ട. മുംബൈ അതും വേണ്ട. കോപ്പർ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്? ഏതാ? അലുമിനിയം. അലുമിനിയം. ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത് അലുമിനിയമാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? മീഥൈൻ. മീഥൈൻ. ദി ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് തിങ്. ഏതാണ് ലിവിങ് തിങ്ങിൻ്റെ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഉള്ളത്? ടാക്സോണമി അല്ലേ? ടാക്സോണമി. അടുത്തത് 197. Which of the following is good sound absorber? ഏതാ സൗണ്ട് അബ്സോർബ് ചെയ്യുന്നത്? തെർമോകോൾ അല്ലേ? 198. Sodium refers to dash compensation. Solatium refers, sodium അല്ല കേട്ടോ, solatium refers to compensation. Who is known as Indian Shakespeare? ആരാ? കാളിദാസൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Acknowledgement use the resources called dash. ഏതാണ്? ഡി. പ്ലാജിഗറിസം. അപ്പോൾ നമുക്ക് 7 ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ലോട്ടറി അറ്റ് ഫസ്റ്റ്?
ലോട്ടറി തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. സിക്കിമിൻ്റെ പ്രത്യേകത എന്താണ്? 1 ലൈൻ ലോട്ടറി ആദ്യം തുടങ്ങിയാണ് സിക്കിം. സിക്കിം ലോട്ടറി. യെസ്. അടുത്ത നോക്കൂ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്? ഏതാ? Aluminium. അലുമിനിയം. കൂടിപ്പോയല്ലേ. ഇപ്പോൾ കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെമ്പ്. Copper is chemical element which symbol is Cu. Its Latin name is cuprum. ശ്രദ്ധിക്കണം, ആവശ്യമുള്ള നോട്ട് ചെയ്യണം. The atomic number is 29. It is soft, metable and ductile metal which is very high thermal and electrical conductivity. സാർ കോപ്പറിന്റെ അല്ലേ പറയണം, ഒന്നും കൂടി പറയോ? Copper is chemical element which symbol Cu. The word derived from cuprum, Latin word cuprum. Atomic number 29. Yes, it is ductile metal. Ductile എന്ന് പറയുന്നത് എന്തോ അടിച്ചു പരത്താൻ പറ്റുന്ന മെറ്റലാണ് കുപ്രം. ഹൈ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി കുപ്രം. മനസ്സിലായോ? അത്രയാണ് കോപ്പറെ കുറിച്ച് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഏതാ? അലുമിനിയം. അലുമിനിയം അലുമിനിയം എങ്ങനെയാ? Aluminium is chemical element with symbol Al. Aluminium Al. Atomic number 13. It is silvery white, soft, non-magnetic and ductile metal. Non-magnetic ആണ്, ductile. Yes. അത്രയാണ് പ്രാഥമികമായ ഇൻഫർമേഷൻ. അടുത്തത് ഏതാ? അയൺ. അയൺ iron ore are rocks and minerals from which metallic can be economically extracted. The ores are usually rich in iron oxide and vary in color from dark grey, bright yellow or purple, red
അതൊന്നും പോരാ. ഇതിൻ്റെ ഓറ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്, അയൺ ഓറുകൾ. ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ് അത് സാധാരണ ചോദിക്കുന്ന. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കർണാടകയിലും ജാർഖണ്ഡിലും ഒറീസയിലും ഗോവയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും അയൺ ഓറുകളുണ്ട്. എവിടെയൊക്കെയുണ്ട്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, കർണാടക, ജാർഖണ്ഡ്, ഒറീസ, ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കേരള, രാജസ്ഥാൻ, തമിഴ്നാട്. ഇത്രയും സ്ഥലങ്ങളിലാണ് അയൺ ഓറുകൾ കാണപ്പെടുന്നത്. മനസ്സിലായോ? അടുത്ത സിങ്ക്. സിങ്ക് zinc ore. The most common ore of zinc is zinc blend എന്ന് പറഞ്ഞാൽ BEND ബ്ലണ്ട്. സിങ്ക് അത് സാധാരണ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയും ഏഷ്യയിലുമാണ്. സിങ്കിനെ വേർതിരിക്കുന്ന കെമിക്കൽ പ്രക്രിയയുടെ പേരാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ പത. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതാണ് സിങ്കിനെ കുറിച്ച് പ്രധാനമായുമുള്ള ഒരു വിവരണം. മനസ്സിലായോ? സാർ. ശരി, 5 നിമിഷം കൂടെ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. സാർ എവിടെ തൊട്ടാ? സിങ്ക് മാത്രം. സിങ്ക് അല്ല, അതിൻ്റെ തൊട്ട് ഏതാ പറഞ്ഞേ? സിങ്ക് മാത്രം. 194. 194. Which is the most abundant metal in the earth crust? Aluminium. It's a chemical element Al, atomic number 13, non-magnetic. Copper, chemical element Cu, Latin name cupra, atomic number 29. Iron, hematite and magnetite. സിങ്കിന്റെ ഓസ്ട്രേലിയ അത്ര എഴുതിയുള്ളൂ സാർ. യെസ്, നമ്മൾ വായിച്ചേ അത്. Which is the most abundant metal in the earth's crust? Aluminium. Copper, symbol Cu, word derived from the Latin word cupra, atomic number 29. The ductile metal, high conductor of electricity. Aluminium, symbol Al, atomic number 13, non-magnetic. Iron ore, hematite and magnetite. Zinc or zinc blend, seen in mostly in Australia. Zinc and froth flotation. Divided. യെസ്. ജൂലിയ മോളുണ്ടോ ലൈനിൽ? ഇല്ല. അവിടെ നോക്കിയോ? 195. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഏതാ?
മീഥൈൻ. ഓക്സിജൻ, അടുത്തത് ഓക്സിജൻ. അപ്പം മീഥൈനും കൂടെ ഒന്ന് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. THANE മീഥൈൻ. മീഥൈൻ എഴുതുന്നത് CH4 എന്നാണ്. മീഥൈൻ. It is called a greenhouse gas, methane. Yes, പിന്നെ മീഥൈൻ ഗ്യാസ്. മീഥൈൻ ഈസ് എ ഇൻ ഗ്യാസ് gaseous formula. Methane is chemical compound with chemical formula CH4. It is a group of 14 hydrides and simplest alkane and is the main constituent of natural gas. നാച്ചുറൽ ഗ്യാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മീഥൈൻ. മനസ്സിലായോ? സാർ അതൊന്നും കൂടി പറയോ? CH4 കഴിഞ്ഞിട്ട്. It is a group of 14 hydride. 14 ഹൈഡ്രൈഡുകൾ ചേർന്നതാണ് മീഥൈൻ. കാർബണിന്റെ വാലൻസി എത്ര മക്കളെ? 14 അല്ലേ? കാർബണിന്റെ വാലൻസി എത്ര എന്നാണ് ഞാൻ ചോദിച്ചത്. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര ഇലക്ട്രോണിനെ ചേർക്കാൻ പറ്റുമെന്ന കപ്പാസിറ്റിയാണ് വാലൻസി. അപ്പോൾ കാർബണിന്റെ വാലൻസി എത്രയാ? 4 ആണ്. അതുകൊണ്ട് 4 ഹൈഡ്രജനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ പിള്ളേർക്ക് മറന്നു പോയിരിക്കാൻ പറഞ്ഞു കൊടുത്തൊരു സാധനമാണ്. മുസ്ലിം മെൻ ക്യാൻ മാരി 4 വൈഫ് അറ്റ് എ ടൈം. Carbon can make a 4 bond, single bond of 4 each at hydrogen. So CH4. കാർബൺ 1, ഹൈഡ്രജൻ 4, CH4. മനസ്സിലായോ? മുസ്ലിം men can marry 4 wives at a time. Carbon can make 4 single bond at a time. മനസ്സിലായോ? മലപ്പുറത്താ പഠിപ്പിച്ച് അടി കൊള്ളാതിരുന്ന ഭാഗ്യം. ഞാൻ ലോ കോളേജ് പഠിപ്പിക്കാൻ പോയപ്പോൾ പറഞ്ഞു കൊടുത്തതാ ഇങ്ങനെയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലായി. നോക്കിയോ, ഇത് വാട്ടറായി കാണപ്പെടും, മെത്തനോളായി കാണപ്പെടും, എഥനോളായി കാണപ്പെടും, ബെൻസീനിൽ കാണപ്പെടും, അസറ്റോണായി കാണപ്പെടും. അങ്ങനെ ഇതിന് പല സോലുബിൾ ഇൻ വാട്ടർ. എന്താ? മീഥൈൻ സോലുബിൾ ഇൻ വാട്ടർ, മീഥൈൻ സോലുബിൾ ഇൻ മെത്തനോൾ, മീഥൈൻ സോലുബിൾ ഇൻ എഥനോൾ, മീഥൈൻ സോലുബിൾ ഇൻ ബെൻസിൻ, ഇൻ അസറ്റോൺ. ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഇത് ലയിക്കും. CH4 ലയിക്കും, സോലുബിളാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. യെസ്. അടുത്തത് ഓക്സിജൻ അല്ലേ? ഓക്സിജൻ.
Oxygen is a chemical element with the symbol O. Oxygen symbol എന്താ O. The atomic number 8. It is a number of halogen group. ഹാലജൻ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് ഏതാ? ഓക്സിജൻ. എ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ. ഓക്സിജൻ പെട്ടെന്ന് എന്തുമായും റിയാക്ട് ചെയ്യും. ഓക്സിജൻ ഈസ് എ ഗ്യാസ്. പീരിയോഡിക് ടേബിൾ 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. മെറ്റൽ എന്താണ്, നോൺ മെറ്റൽ എന്താണ്? അതിൽ നോൺ മെറ്റലിൽ പെടുന്നതാണ് ഓക്സിജൻ. ഇറ്റ് ഈസ് എ ഗ്യാസ്. ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഓഫ് readily form of oxides most element as well as the other components. ഇത് എന്തൊക്കെയാണ്? The element is an element as well as other components. It is an oxidizing agent. ഇനി നോക്കിക്കോണു. ഓക്സിജൻ chemical element, symbol O, atomic number 8. It is a member of halogen group in the periodic table. It is reactive non-metal. It is an oxidizing agent. It oxides with the most compound, other compound, hydrogen, helium. After hydrogen and helium, oxygen is the most abundant element in the universe. ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമത് ഹീലിയമാണ് യൂണിവേഴ്സിലുള്ളത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജനാണ്. മനസ്സിലായോ? Yes. And by mass, at a standard temperature and pressure, 2 atoms of element bind together oxygen. 2 ഓക്സിജൻ അറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഓക്കെ. പിന്നെ എർത്തിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നിർത്തില്ല. ഓക്സിജൻ മേക്സ് അപ്പ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഓക്സൈഡ്സ്. എർത്ത് ക്രസ്റ്റിൻ്റെ, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ പകുതി ഭാഗവും ഓക്സിജനാണ്. അത് ഓക്സിജൻ മറ്റു ഓക്സൈഡുകളുമായി ചേർന്നാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? യെസ്. ഇനി നൈട്രജൻ. നൈട്രജൻ നൈട്രോജൻ Nitrogen is chemical element with symbol N, capital N അല്ല N, and atomic number 7. എഴുതി വെക്കണം. The symbol is N, capital, atomic number 7. It was first discovered and isolated by Scottish physician Daniel Rutherford in 1772. 1772 സ്കോട്ടിഷിലെ ഫിസിഷ്യനായ ഡാനിയൽ റൂദർഫോർഡാണ് നൈട്രജനെ ആദ്യമായി എന്ത് ചെയ്യുന്നത്, നൈട്രജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ഓൾദോ ഹാർവിൽഷ്ലി, ഹെൻറി കാവിൻഡിഷ് ഇവരും നൈട്രജനെ കുറിച്ച് പഠനം നടത്തിയവരാണ്. കാർ വില്യം ഷീലി, ഹെൻറി കാവൻഡിഷ് ഇവരും നൈട്രജനെ കുറിച്ച് പഠനം നടത്തിയവരാണ്. ഓക്കെ. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടി? റൂദർഫോർഡിന് കിട്ടി. ഓക്കെ. ദ നൈട്രജൻ വാസ് സജസ്റ്റഡ് ബൈ ഫ്രഞ്ച് കെമിസ്റ്റ് ജീൻ ആൻറ്റിയോ കാൾചാപ്പൽ. നൈട്രജൻ എന്ന പേര് സജസ്റ്റ് ചെയ്തത് ജീൻ ആൻറ്റിയോ കാൾചാപ്പൽ എന്ന് പറഞ്ഞയാളാണ്. അത് 1790 പേര് സജസ്റ്റ് ചെയ്തത്. Nitrogen was present in nitric acid, nitrate. നൈട്രേറ്റുകളായും നൈട്രിക് ആസിഡുകളുമായിട്ടാണ് നൈട്രജൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.
മനസ്സിലായോ? നൈട്രജൻ്റെ ഗ്രൂപ്പ് 15 പീരീഡ് 2 ബ്ലോക്ക് പി ബ്ലോക്കിലാണ് പെടുന്നത്. യെസ്, മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? എല്ലാവരും പോയോ? Yes, sir. അടുത്ത ആർഗൺ. ആർഗൺ എലമെന്റ് നോക്കൂ. ആർഗൺ ഈസ് കെമിക്കൽ എലമെന്റ് സിമ്പിൾ AR, A capital R small. Its atomic number 1818. It is a noble gas. Noble gas ഏതൊക്കെയാ? ഹീലിയം, ആർഗൺ, ക്രിപ്റ്റൺ, റെഡോൺ, സെനോൺ അല്ലേ? ഹൈഡ്രജൻ, ഹീലിയൻ, ആർഗൺ, ക്രിപ്റ്റൺ, റെഡാൺ, സെനോൺ, ഇതാണ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് വിൽ നോട്ട് റിയാക്ട് വിത്ത് അനദർ ഗ്യാസ് ഈസിലി. മറ്റ് എലമെൻറ്റുകളുമായി പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്തതിനെയാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ആർഗൺ ഈസ് ദ തേർഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. മൂന്നാമതായി ഭൗമ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗ്യാസാണ് ആർഗൺ. നമുക്ക് അത്രയും പഠിച്ചാൽ മതി. മനസ്സിലായോ? 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 മിണ്ടുന്നില്ലല്ലോ, പോയാൽ ശരി. അടുത്തത് മക്കളൊന്ന് വായിച്ചേ. 195 5 വായിച്ചേ. സാർ ഞാൻ ഓക്സിജൻ എഴുതിയില്ല, അപ്പൊ കട്ടായി പോയായിരുന്നു. എഴുതിയത് വായിക്ക്, ഞാൻ പറഞ്ഞു തരാം. Which of the following is greenhouse gas? Methane. CH4. It is gas chemical compound with chemical formula CH4. Group of 14 hardware. Important factor of natural gas. Nitrogen group 15. Period 2. Block P block. Argon atomic number 180. എത്ര എഴുതിയുള്ളൂ സാർ? വായിച്ചേ കേക്കട്ടെ. If the following is a greenhouse gas, methane. Methane symbol CH4 is a group of 14 hydride soluble in water, methanol. Oxygen symbol O, atomic number 8, halogen group, highly reactive of non-metal, oxidizing agent. Nitrogen symbol N, the atomic number 7. In 1772, Daniel Rutherford found nitrogen gas. Group 15, period 2, block B, argon symbol AR, atomic number 18, third most abundant gas. യെസ്. ജൂലിയ മോളുണ്ടോ? ജൂലിയ മോളുണ്ടോ? പോയാ? കാർത്തിക മോളുണ്ടോ? രണ്ടുപേരും ഇല്ലേ?
ഉണ്ട് sir. ഇല്ല, ശരി, ആയിക്കോട്ടെ. The branch of biology which deals with systematic classification of living thing, ഏതാ? ടാക്സോണമി അല്ലേ? അപ്പൊ ബാക്കി എന്താണെന്ന് അറിയണ്ടേ? നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? Sir. യെസ്. നോ മെൻ ക്ലേച്ചർ. നോ എന്ന് പറഞ്ഞാൽ ഇല്ല, മെൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, പുരുഷനില്ലാത്ത ക്ലേച്ചർ. മനസ്സിലായോ? നോമൻ ക്ലേച്ചർ. നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദ ഡൈവേഴ്സിങ് ഓഫ് ചൂസിങ് നെയിംസ് ഓഫ് തിങ്സ്, സ്പെഷ്യലി സയൻസ് ആൻഡ് അതർ ഡിസിപ്ലിൻസ്. ശാസ്ത്രീയമായി പേര് നൽകുന്ന പരിപാടിയാണ് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. ദ ഡൈവേഴ്സിങ്, DVISING, ഡൈവേഴ്സിങ് ഓർ ചൂസിങ് ഓഫ് നെയിംസ് ഓഫ് തിങ്സ്. വസ്തുക്കളെ എന്ത് ചെയ്യുക? ഡൈവേഴ്സ് ചെയ്യുകയും ചൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സാർ ഒന്നും കൂടി പറയാം. ദി ഡൈവേഴ്സിങ്, DVISING, ഡൈവേഴ്സിങ്, DVISING, ഡൈവേഴ്സിങ്, or choosing the name of for things, choosing of name for things, especially in science of other disciplines, science or other disciplines. The lineum system of zoological nomenclature, സാധാരണ ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? സുവോളജിക്കൽ നോമൻക്ലേച്ചറാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ. എന്താ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Classification in biology. The arrangement of animals and plants in taxonomic group according to their observed similarities. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? The arrangement of animals and plants in taxonomic group according to their observed similarities, at least kingdom and phylum in animals, division in the plants and class, order of family, genus and species. ജീനസിൻ്റെ പേരിലും സ്പീഷീസിൻ്റെ പേരിലും എല്ലാം ക്ലാസിഫിക്കേഷൻ നടക്കും. മനസ്സിലായോ? Sir, the arrangement of animals and plants. The arrangement of animals and plants എന്താണെന്ന് പറയാം. കിട്ടിയില്ലല്ലേ? ശരി, പറയാം. The arrangement of animals and plants in taxonomic group according to their observed similarities, including kingdom, phylum in animals, division in plants, and class, order, family, genus and species. Family, genus and species. Hello, sir. Yes.
കേൾക്കാമോ സർ? കേൾക്കാം. മോക്ക് എന്ത് പറ്റി? മോൾ ലൈനില്ലായിരുന്നോ? ഞാൻ എന്തൊക്കെയോ പറയണ്ടായിരുന്നു സർ. ഞാൻ പറയണത് ആർക്കും കേൾക്കണ്ട. മോക്ക് ക്ലാസ് ഒക്കെ കിട്ടിയോ? എനിക്ക് നിങ്ങൾ പറയണത് കേൾക്കാം. ശരി, നന്നായിരിക്കട്ടെ. മൈക്കിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. സർ പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടെ പറയോ? ഫൈലം ഡിവിഷൻ കഴിഞ്ഞ് നോക്കൂ, ഒന്നുകൂടെ പറയാം. The arrangement of animals and plants in taxonomic groups according to their observed animals, including kingdom and phylum in animals, comma, division in plants, comma, and class, comma, order, comma, family, comma, genus and species. മനസ്സിലായോ? സർ. യെസ്. അപ്പോ ഇനി സൂവോളജി അല്ലേ? സൂവോളജി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സ്റ്റഡി ഓഫ് animals. ലിവിങ് തിങ്സ്. സൂവോളജി. സൂവോളജി അനിമൽസ് എന്ന് പറയാം. കാരണം പ്ലാന്റ്സിന് വേണ്ടി പ്രത്യേകം ഉണ്ടല്ലോ, ബോട്ടണി ഉണ്ടല്ലോ, അല്ലേ? ശരി. അടുത്തെന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് സൗണ്ട് അബ്സോർബർ? സൗണ്ട് അബ്സോർബ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആരാണ്? തെർമോകോൾ. യെസ്. ഇപ്പോൾ ഗ്ലാസ് ആൻഡ് റിലേഷൻ ഓഫ് ഗ്ലാസ്, GLASS, ഗ്ലാസ് ആൻഡ് സൗണ്ട് അബ്സോർപ്ഷൻ. Glass and sound absorption. The glass is only absorb sound near its resultant frequency. In case the glass changes the sound energy into vibration energy instead of reflecting the back into the room as it does the most other frequencies. അവിടെ എന്താ പറഞ്ഞേ? ഗ്ലാസ് വളരെ കുറച്ച് മാത്രമേ സൗണ്ടിനെ അബ്സോർവ് ചെയ്യുന്നുള്ളൂ. ഗ്ലാസ്സിൽ സൗണ്ട് വന്ന് തട്ടിയാൽ അതെന്ത് ചെയ്യും? അതുപോലെ റീകോയിൽ ചെയ്യും, റിയാക്ട് ചെയ്യും. ഇതൊന്ന് കേൾക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് അടിയാൽ മതി. ഗ്ലാസ് ഈസ് ഓൺലി അബ്സോർവ് സൗണ്ട് നിയർ ഇറ്റ്സ് റീസോണന്റ് ഫ്രീക്വൻസി. ഇൻ ദിസ് കേസ് ദ ഗ്ലാസ് ചേഞ്ചസ് ദ സൗണ്ട് എനർജി ഇൻറ്റു വൈബ്രേഷൻ എനർജി. ഗ്ലാസ് ഉള്ള സ്ഥലത്ത് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് റൂമിലൊക്കെ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദ റൂം ഇറ്റ് ഡസ് വിത്ത് മോസ്റ്റ് അതർ ഫ്രീക്വൻസീസ്. മറ്റു ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യും? സൗണ്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഫ്രീക്വൻസി ചേഞ്ച് വരുന്നതിന് വേണ്ടിയാണ് റെക്കോർഡിംഗ് റൂമിൽ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, റെക്കോർഡിംഗ് റൂമിന് പുറത്ത് നിൽക്കുന്നവർക്ക് ഈ റെക്കോർഡിംഗ് റൂമിനകത്ത് നിൽക്കുന്നവരെ കാണുകയും ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യമാണ്. നെക്സ്റ്റ്, വാട്ടർ. വാട്ടർ ആൻഡ് സൗണ്ട്. നോക്കൂ, വാട്ടർ ആൻഡ് സൗണ്ട് എന്ന് അടിച്ചിട്ട് വിക്കിപീഡിയ നമ്മളെ കൈവിട്ടു. വിക്കിപീഡിയ ഒരു ഇൻഫർമേഷൻ തരുന്നില്ല.
ഹൗ ഡസ് സൗണ്ട് ഇൻ എയർ ഡിഫർ ഫ്രം വാട്ടർ എന്ന് പറയുന്ന ഒരു പാസേജാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ആ ഒത്തിരി ഉണ്ട്. സൗണ്ട് ആൻഡ് വാട്ടർ നോക്കൂ. സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ വാട്ടർ ദാൻ ദ എയർ. ദി സ്പീഡ് ഓഫ് സൗണ്ട് in the air under typical conditions is 343 meter per second, while speed of the sound in water is 1480 meter per second. എന്ന് പറഞ്ഞാൽ സൗണ്ടിനെ വാട്ടർ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നില്ല, സൗണ്ട് വാട്ടറിനകത്തൂടെ അങ്ങ് പോകും. ഓക്കെ, മനസ്സിലായോ? വാക്വത്തിൻ്റെ പ്രത്യേകത എന്താ? വാക്വത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ട് അബ്സോർവ് ചെയ്യുന്നത് എവിടെയാണ്? തെർമോക്കോളിലൂടെയാണ്. മനസ്സിലായോ? അതൊക്കെയാണ് തിയേറ്ററിൻ്റെ മുകളിലുണ്ടല്ലോ. തിയേറ്റർ കണ്ടിട്ടില്ലേ? സിനിമാ തിയേറ്ററിൻ്റെ മുകളിലൊക്കെ സൈഡിലൊക്കെ തെർമോക്കോൾ ഒട്ടിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്, കൂടുതൽ എക്കോ വരാതിരിക്കാൻ. മനസ്സിലായോ? അടുത്തത് സൊളാറ്റിയം റെഫേഴ്സ് ടു ഡാഷ്. സൊളാറ്റിയം എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ. അപ്പൊ എക്സ്പെൻഡിച്ചർ റെഫർ ചെയ്യുന്ന എന്തിനെയാണ്? എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ഡാഷ്. എന്താണ്? എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ലൈബിലിറ്റീസ് ഇൻക്വേർഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലൈബിലിറ്റി ഇൻക്വേർഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. എഴുതിക്കോ. Expenditure refers the payment made for liabilities incurred in exchange for goods and service. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി, GST. സാർ ഒന്നുകൂടി പറയോ? അതിനെന്താ? എക്സ്പെൻഡിച്ചർ refers to payments made or liability incurred in exchange for goods or services. Sir, liabilities? Liabilities incurred, INCURRED, incurred in exchange for goods and services. മനസ്സിലായി കാണും. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബോണ്ട്, ബോണ്ട് വെച്ചാലേ ജോലി കിട്ടും എന്ന് പറയും. എന്താ ബോണ്ട്? എന്താ ബോണ്ട്? ബോണ്ട് ഇതിനകത്ത് സയൻറ്റിഫിക് ആയിട്ട് കാര്യമാണ് പറയുന്നത്. ബോണ്ട് നമ്മൾ റെഫേഴ്സ് ടു എക്കണോമിക്സ് ആണ് ഇവിടെ കേട്ടോ.
ബോണ്ട് ഇൻ എക്കണോമിക്സ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് കെമിസ്ട്രി കയറി വരുന്നത് കേട്ടോ. ബോണ്ട് റെഫേഴ്സ് ടു എക്കണോമിക്സ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് ഈസ്, ആദ്യം കേൾക്ക് പിന്നെ എഴുതാം, ദാറ്റ് ഈസ് സോൾഡ് ബൈ ഫേംസ് ഓർ ഗവൺമെൻറ്. ഇറ്റ് ഈസ് എ വേ ഫോർ ദ ഫേം ഓർ ഗവൺമെൻറ് ടു ബോറോ മണി അറ്റ് എ സർട്ടൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു കമ്പനി ബോണ്ട് ഇറക്കുന്നു എന്ന് കരുതുക. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി, അത് സെക്യൂരിറ്റിയാണ്. ദാറ്റ് സോൾഡ് ബൈ ഫേം ഓർ ഗവൺമെൻറ്. സർക്കാരിന് ബോണ്ട് ഇറക്കാം, ഫേമിന് ബോണ്ട് ഇറക്കാം. ഇറ്റ് ഈസ് എ വേ ഫോർ ദ ഫേം ഓർ ദ ഗവൺമെൻറ് ടു ബോറോ മണി ഫ്രം സർട്ടൻ ഇൻട്രസ്റ്റ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പണമില്ലാതെ വരുമ്പോൾ സർക്കാർ ബോണ്ട് ഇറക്കും. എന്നിട്ട് സർക്കാർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഫോം, എന്താണ് ഫോം? LIC ഈസ് എ ഫോം. LICക്ക് പൈസയില്ല, LIC ബോണ്ട് ഇറക്കും. കേന്ദ്ര സർക്കാരിന് പൈസ ഇല്ലാത്തപ്പോൾ കേന്ദ്ര സർക്കാർ പണ്ടിറക്കിയ ബോണ്ടിൻ്റെ പേരാണ് ഇന്ദിരാ വികാസ് പത്ര. കേട്ട് കാണും. പിന്നെ കർഷകർക്ക് വേണ്ടി ബോണ്ടിറക്കി. ഇന്ത്യയിലെ കാർഷിക മേഖലയെ പരിപോഷിപ്പെടുത്താൻ കിസാൻ യോജന, അത് ഈസ് എ ബോണ്ട്. ഇതിനെന്ത് ചെയ്യും? ബോറോ മണി ഫ്രം സർട്ടൺ ഇൻട്രസ്റ്റ്. In return of buying the bond, and investors get certain interest rate in the duration of the bond. ഇന്ദിരാ വികാസ് പത്രയുടെ ഡ്യൂറേഷൻ എത്ര വർഷമായിരുന്നു? 5 വർഷമായിരുന്നു. ഇന്ദിരാ വികാസ് പത്രയിൽ 1000 രൂപ ഇട്ടാൽ 5 വർഷം കഴിയുമ്പോൾ 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദിരാ വികാസ് പത്ര ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായി നടത്തി. അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകൾ കൃത്യമായി പൈസ കൊടുത്തില്ല. അതാണ് ബോണ്ട്. മനസ്സിലായോ മക്കളെ? മക്കൾ സേ മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കോ. മനസ്സിലായില്ല സാർ. മനസ്സിലായില്ല സാർ. ആർക്കാണ്? ദിയക്കാണ്. ദിയ ശ്രദ്ധിക്കൂ. മിടുക്കി. ദിയ മിണ്ടിയില്ലായിരുന്നേ ജൂലി മിണ്ടത്തില്ലായിരുന്നു. ബോണ്ട് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. ബോണ്ട് എന്ന് പറയുന്നത്, എക്കണോമിക്സിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിതമായ നിക്ഷേപമാണ്. ആർക്ക്? ദാറ്റ് ഈസ് സോൾഡ് ബൈ ഫേം. ഈ ബോണ്ട് വിൽക്കുന്നത് ആരാ? ഒരു ഫേം. അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞത് LIC ഈസ് എ ഫേം. LICക്ക് ബോണ്ട് വിൽക്കാം. സർക്കാർ ഗവൺമെൻറ് ബോണ്ട് വിൽക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള ബോണ്ട് വിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എ വേ ഫോർ ദ ഫേം ടു ഗവൺമെൻറ് ബോറോ മണി ഫ്രം പീപ്പിൾ. ജനങ്ങളുടെ കയ്യിൽ നിന്ന് സർക്കാരിന് പൈസ ഇല്ലാത്തപ്പോൾ പൈസ മേടിക്കാൻ പറ്റുന്നൊരു മാർഗമാണ് ബോണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അത് പലിശ കൊടുക്കും. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടിൽ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലിശ തരാമെന്ന് പറയും. ഫ്രം ദി പീപ്പിൾ ഇൻ റിട്ടേൺ ഫോർ ബൈയിങ് ബോണ്ട്. ബോണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ the investor get certain interest rate of the duration of bond. 5 വർഷത്തേക്കാണ് നമ്മൾ ബോണ്ട് വാങ്ങിയതെങ്കിൽ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇൻട്രസ്റ്റും ചേർത്ത് നമുക്ക് ബോണ്ടിൻ്റെ പൈസ കിട്ടും. മനസ്സിലായോ? നമ്മൾ ബാങ്കിൽ FD ഇടത്തില്ലേ? FD ഇടുന്നതിന് നമുക്ക് തരുന്ന റെസിപ്റ്റാണ്. സർക്കാർ ബോണ്ട് ഇറക്കിയാൽ നമുക്കൊരു ബോണ്ട് പേപ്പർ തരും. ഇന്ദിരാ വികാസ് പത്ര എന്ന് പറയുന്നത് ബോണ്ടാണ്. മനസ്സിലായോ? യെസ്. സാർ അതൊന്നുകൂടി പറയാം. The specific type of security that is a specific type of security that is sold by firm or government.
that is sold by firm of government firm or government. or government. Firm or government എന്നാ കേട്ടോ. അയ്യോ കോപ്പി ചെയ്ത് ശരിയല്ല കേട്ടോ, ബോണ്ടെന്ന് മാത്രമേ കിട്ടിയുള്ളൂ കോപ്പി ചെയ്തിട്ട് കേട്ടോ. എൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടിയില്ല കേട്ടോ മക്കളെ. എനിക്കത് കോപ്പി നിങ്ങളുടെ ഇതിലിടണമെന്നുണ്ടായിരുന്നു. എവിടെയാ? വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കോപ്പി ചെയ്തിട്ട് കിട്ടുന്നില്ല. വിഷയം അതല്ല, ഞാൻ നിങ്ങളുടെ അത്ര ടെക്നിക്കലി അഡ്വാൻറ്റേജ് അല്ല, അത് തന്നെ കാര്യം. ഇപ്പം കിട്ടി കേട്ടോ, ഞാൻ കോപ്പി ചെയ്ത് ഇട്ടേക്കാം. നിങ്ങളിരുന്ന് എഴുതണ്ട. ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് നോക്കിയേ. ബോണ്ട് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് ഈസ് സോൾഡ് ബൈ ഫേംസ് ഓർ ഗവൺമെന്റ്സ്. It is a way for firm or government to borrow money at a certain interest rate. In return of buying the bond, and investors get the certain interest rate for the duration of the bond. മനസ്സിലായോ? കണ്ടോ? ഗ്രൂപ്പിൽ കിടക്കുന്ന കണ്ടോ? ആരോട് ചോദിക്കാൻ, ആരും മിണ്ടുന്നു. കണ്ടു. അടുത്ത കോമ്പൻസേഷൻ. എന്തോ മക്കളെ കോമ്പൻസേഷൻ? നഷ്ടപരിഹാരം അല്ലേ? വണ്ടി ഇടിച്ചു, കൈയൊടിഞ്ഞു, കോമ്പൻസേഷൻ തരും അല്ലേ? കോമ്പൻസേഷൻ ഈസ് സംതിങ് ടിപ്പിക്കലി മണി awarded to someone in recognition of loss, suffering or injury. Compensation is something typically money awarded to someone, recognition of loss, suffering or injury. He is seeking compensation for his injuries. എന്നാണ് സെന്റൻസ്. എഴുതിയോ? ഇല്ല സാർ. എഴുതില്ലേ? ഇല്ല, കുറച്ച് എഴുതിയുള്ളൂ. കോമ്പൻസേഷൻ ഈസ് സംതിങ് ടിപ്പിക്കലി മണി അവാർഡഡ് ടു സംവൺ. യെസ്. എഴുതണ്ട, ഇട്ടേക്കാം. കോപ്പി എടുത്തിട്ടുണ്ട്. സാർ. Something typically money awarded someone in recognition of loss, suffering or injury. Example, he is seeking compensation for injuries suffered at work. മനസ്സിലായോ? അപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇത് നോക്കിയിട്ട് ബുക്കിൽ എഴുതി പഠിക്കണേ. അടുത്ത ഷുവർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പൈസയില്ല, പൈസ വേണം ഓണത്തിന്. അപ്പം ഞാൻ ലോൺ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഇവിടുത്തെ ആരെയും പരിചയമില്ല. അപ്പോൾ ദിയേയും ജൂലിയും നിങ്ങളൊക്കെ എറണാകുളത്തുകാരനാണല്ലോ, നിങ്ങളെ ഞാൻ പിടിച്ച് ഷുവർട്ടി ആക്കിയിട്ട് പൈസ എടുത്തു. വാട്ട് യു മീൻ ബൈ ഷുവർട്ടി?
നോകളെ ഷുവർട്ടി എന്ന് പറഞ്ഞ എന്താണ് അവൻ കാശടയ്ക്കുന്നുള്ള ഉറപ്പില് അയാള് നിക്കണേ. അതായത് ഞാൻ അടച്ചില്ല നിങ്ങൾ അടച്ചോളൂ എന്ന്. മനസ്സിലായോ? ഞാൻ ഇവിടുത്തുകാരനല്ലല്ലോ. അപ്പോൾ ഞാൻ അടച്ചില്ലെങ്കിൽ ആരടയ്ക്കും? നിങ്ങളടയ്ക്കും. നോക്കൂ, ഷുവർട്ടി ഈസ് എ പേഴ്സൺ. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഷുവർട്ടി ഈസ് എ പേഴ്സൺ who takes responsibility for another's performance of undertaking, for example, their appearance in the court, paying debt. The right of wife who act as a surety for husband debt. തിരിച്ചു കേട്ടോ, കോടതിയിലോ ഷുവർട്ടി ഉണ്ട്. എന്താ? ഏവൻ മുങ്ങിയ ഞാൻ പിടിച്ചോണ്ട് തരാം. മനസ്സിലായോ? അതിന് നമ്മൾ ജാമ്യം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുന്ന ഷുവർട്ടി എന്നാണ്. നോക്കൂ, ഇട്ടിട്ടുണ്ട് ഷുവർട്ടി. ലേൺ ടു പെർഫോം. നൗൺ, എ പേഴ്സൺ ഹു ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ അനദേഴ്സ് പെർഫോമൻസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. ഫോർ എക്സാമ്പിൾ, they are appearing in court paying debt. The right of wife who act as a surety for their husband's debt. അപ്പോൾ ഷുവർട്ടി വരെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. മക്കൾ ഒന്നുകിൽ വാട്സപ്പ് നോക്കി വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയേക്കുന്ന വായിക്കുക. 5 ഷോ വായിച്ചേ. ഒരു മിനിറ്റ്. എക്സ്പെൻഡിച്ചർ മുതലല്ലേ സാർ? അതെ അതെ അതെ. Expenditure, it refers to the payments made or liabilities incurred in exchange for goods and services. Bond, it is a specific type of security that is sold by firm or government. യെസ്, അടുത്തേ. അത് എഴുതിയില്ലല്ലോ സാർ വാട്സപ്പിൽ. വാട്സപ്പ് നോക്കിയോ. Compensation, something, typically money, awarded to someone in recognition of loss, suffering, or injury. He is seeking compensation for injuries suffered at work. Yes. A person who takes responsibility for another's performance of an undertaking. For example, they are appearing in court or paying a debit. The right of who act for their husband's debit. യെസ്, ആദ്യം നമ്മൾ വായിച്ചേ. So Latia refers to compensation. Expenditure, payment made for liabilities incurred in exchange for goods and service. Bond is a specific type of security that is sold by firms or governments. It is a way for the firm or government to borrow money at a certain interest rate in return for buying the bond, and investor gets a certain interest rate for the duration of the bond. Yes. Compensation, something, typically money, awarded to someone in recognition of loss, suffering, or injury. Surety, Yes. a person who takes responsibility for another's performance of an undertaking. For example, their appearing in court or paying a debit. The rights of wives who act as sureties for their husband's debts. Yes. കഴിഞ്ഞോ? Sir. ജൂലിയ മോള് വായിച്ചേ.
expenditure refers to payments made or liabilities incurred in exchange for goods and services. Bond is a specific type of security that is sold by firms or governments. It is a way for the firm or government to borrow money at certain interest rates. In return for buying the bond, an investor gets a certain interest rate for the duration of the bond. Compensation, something, typically money, awarded to someone in recognition of loss, suffering, or injury. He is seeking compensation for injury suffered at work. Yes. Surety, a person who takes responsibility for another's performance of an undertaking. For example, they're appearing in court or paying a debt. The rights of wives who act as sureties for their husband's debts. Yes. ഇപ്പോൾ എല്ലാവരും വായിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് 99th ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 199. ഹൂ ഈസ് നോൺ ആസ് ദ ഇന്ത്യൻ ഷേക്സ്പിയർ? ആരാ? കാളിദാസ്. കാളിദാസൻ. കാളിദാസന്റെ ഏതെങ്കിലും ഒരു കൃതിയുടെ പേര് പറയാമോ? അഭിജ്ഞാൻ ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം. വേറെ? പിന്നെ എന്താണ്, ഉർവശിയുടെ എന്തോ ഉണ്ടല്ലോ, ഉർവശിയുടെ ശകുന്തള എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അറിഞ്ഞൂട. ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം, കിളികൾ. ആ കുട്ടിയെ പ്രസവിച്ചിട്ട് അമ്മ അങ്ങ് പോയി. പക്ഷികൾ അതിൻ്റെ ചുറ്റും കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് അതിനൊരു രാജാവ് കൊണ്ട് വളർത്തി. അങ്ങനെയാണ് അതിനെ ശകുന്തള എന്ന് പേര് പറഞ്ഞത്. ഇപ്പോഴത്തെ അമ്മമാർ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കും. പണ്ടത്തെ അമ്മമാർ എവിടെയാണോ പ്രസവിക്കുന്നത് അവിടെ കളഞ്ഞിട്ട് പോകും. പണ്ട് മുതലുള്ള പരിപാടിയാ. ഓക്കെ, കാളിദാസൻ. കാളിദാസ ശ്രദ്ധിക്കൂ. കാളിദാസ വാസ് ദ classical Sanskrit author. His play and poetry are primarily based on Vedas and the Ramayanas and the Mahabharatas, Puranas. His surviving works consist of the 3 plays, 2 epic poems and 2 shorter poems. Much about his life is unknown. Only what can be referred from his poetry and play. Born in Gupta Empire, died in Gupta Empire. He is Indian national. Mahakavi Kalidasa, Shakuntala, Kumarasambhava are his work. മനസ്സിലായോ? യെസ്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ടേക്കാം, പോരെ? യെസ്. എന്താ സൗകര്യം, എഴുതണ്ടല്ലോ. അതെ സർ. താങ്ക് യു. നല്ല കുട്ടികൾ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തേ മിണ്ടാത്തെ? വന്നോ നോക്ക്. Kalidasa was a classical Sanskrit author. His play and poetry are primarily based on Vedas, the Ramayana, the Mahabharata and Puranas. His surviving works consist of 3 plays, 2 epic poems and 2 shorter poems. Much about his life unknown. Only what can be inferred from his poems. Wikipedia അവിടെ നിൽക്കട്ടെ. Born in Gupta Empire, died in Gupta Empire. He is an Indian national. Movies: Mahakavi Kalidasu, Shakuntala, Kumarasambhavam and more. മനസ്സിലായോ? അടുത്തത് ഭവഭൂതി. കണ്ടോ?
ഭവഭൂതി. നോക്കാം, ഭവഭൂതി. ഭവഭൂതി. ഭവഭൂതി എന്ന് പറഞ്ഞ ആരാണ്? ഭവഭൂതി വാസ് 18th century scholar of Indian noted his plays and poetry. ഭവഭൂതി എന്ന് പറഞ്ഞാൽ 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടകകൃത്തായിരുന്നു. റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്, എല്ലാം ദേവനാഗരിയിലാണ് എഴുതിയത്. ഹിസ് പ്ലേസ് ആർ കൺസിഡേർഡ് ഈക്വൽ ടു ദ വർക്ക് ഓഫ് കാളിദാസ. ഭവഭൂതി കാളിദാസനോടൊപ്പം വർക്ക് ചെയ്തു എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ അത്ര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ഭവഭൂതി വാസൻ പത്മപുര വിഹാർഭ ഇൻ ഗോഡിയാസ് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് ബോർഡർ. മനസ്സിലായോ? sir. നോക്കൂ, ഭവഭൂതി വാസ് 18th century സ്കോളർ. ഞാൻ അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, കോപ്പിയുടെ നിങ്ങൾക്ക് ഇടാം, അതിനുശേഷം വർത്താനം പറയാം, അതാണ് നല്ലത്. നോക്കൂ, വന്നിട്ടുണ്ട്, നോക്കിക്കേ. ഭവഭൂതി വാസ് ആൻ 18th century സ്കോളർ ഓഫ് ഇന്ത്യ നോട്ടഡ് ഫോർ ഹിസ് പ്ലേസ് ആൻഡ് പോയട്രി. Written in Sanskrit, his plays are considered equal to the work of Kalidasa. Bhavabhudi was born in Patmapura, Vidarbha, in Gondia district of Maharashtra and Madhya Pradesh border. His real name was Srikanda Nilgandra, and he was the son of Nilakanda and Jatukari. He received his education at Patmapavia, a place of 42 kilometers south west of Gwalior. Dayanandini Parashura is known as his guru. He composed historic plays Kalpi, a play on bank of river Yamuna. He is believed to have been the court poet of King Yasovarma of Kanju, Khana, and 20th century historian placed him as encouraged the king who was defeated by. Yes, മനസ്സിലായല്ലോ? sir. 9:15 നമുക്ക് നിർത്താം. നാളെ ഇത് പറഞ്ഞിട്ട് 5 വരെ നോക്കാം, പോരെ? ഓക്കെ, നിങ്ങളും വരുന്ന വിഷമിക്കണ്ട. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. പഠിച്ചോണ്ടൊക്കെ Thank you, പറഞ്ഞോ. sir.